ഇവിടെ ഈ ദുരന്തമുഖത്ത് സേവാഭാരതി പോലുള്ള സന്നദ്ധ സംഘടനകൾ വളരെ സജീവമായി വ്യാപരിക്കുകയാണ്. ദുരന്തം സംഭവിച്ച് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവ ആ കർമ്മ മേഖലയിൽ ഉണ്ട്. ഈ സേവാഭാരതിയുടെ അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാം. സേവാഭാരതി ദുരന്തം നടന്ന അന്ന് മുതൽക്ക് കർമ്മത്തിനായിട്ട് സേവ ചെയ്യാനായിട്ട് ഈ മുഖത്തുണ്ട്. എല്ലാവരും സംസ്ഥാനത്ത് ലെവലിൽ നിന്ന് എല്ലാവരും ഇവിടെ വന്നിട്ട് അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ ശ്മശാന ഭൂമിയിൽ ശവസംസ്കാരത്തിനുള്ള ഇത്രയും ഏകദേശം 64 ദിവസങ്ങൾ ക്രിമേഷൻ ചെയ്തു. അതിനുവേണ്ട എല്ലാ സാധനങ്ങളും ആൾക്കാരെ എല്ലാം ചെയ്തു തരുന്നു. ബാക്കി ആഹാരത്തിൻ്റെ ഇതിന് റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് അവിടെ ഓപ്പറേഷന് അവിടെ ആൾക്കാർ പറഞ്ഞു. എല്ലാ നമ്മുടെ സ്റ്റേറ്റിൽ നിന്നും സന്നദ്ധ പ്രവർത്തകർ വന്നിട്ട് വ്യത്യസ്തമായ ക്യാമ്പുകളിലും ശ്മശാനത്തിൻ്റെ ജോലിക്ക് വേണ്ടിയും റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയും സിറ്റിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടും എല്ലാവിധമായ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതുള്ളവർക്ക് അവരുടെ വെൽഫെയറിന് വേണ്ടി ഞങ്ങൾ സംസ്ഥാനത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ള സംസ്ഥാനത്തിൻ്റെ നമ്മുടെ സെക്രട്ടറി സേവാഭാരതിയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞതുപോലെ നമ്മളൊരു കുടുംബമാണ്. ഈ കുടുംബത്തിലെ അംഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് എത്രമാത്രം വേദനിക്കും. ഈ സമൂഹത്തിനൊരു തണൽ എന്നുള്ള രീതിയിലാണ് സേവാഭാരതി ഏത് പ്രവർത്തനങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. അത് ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റർ ആണെങ്കിലും ഈ രണ്ട് മേഖലകളിലും നമ്മൾ ഈ പ്രവർത്തനത്തിൻ്റെ ആരംഭകാലം മുതൽ തന്നെ ഒരു സന്നദ്ധ സംഘടന കേരളത്തിൽ നിയമം ശാസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ജാതിയോ രാഷ്ട്രീയമോ മതമോ ഒരു വൈവിധ്യവും നോക്കാതെ നമ്മൾ ഏത് ആപത്ത് വന്നാലും അവിടെ വളരെ വേഗത്തിൽ ആദ്യത്തിൽ എത്തുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവസാനം പോകുന്ന ഒരു സംഘടന, എല്ലാം തീർത്തു പോകുന്ന ഒരു സംഘടന എന്ന നിലയിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഈ ഒരു സമയത്തും നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സജ്ജനങ്ങളുടെ സഹകരണം അതിൽ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഭാവിയിൽ സംസ്ഥാനത്തിൻ്റെ ഘടകം, ദേശീയ സേവാഭാരതി കേരളം സംസ്ഥാനത്തിൻ്റെ ഘടകം ഈ നടന്ന അപകടത്തെ സംബന്ധിച്ച്, ദുരന്തത്തെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായ ചില ധാരണകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഇത് സംഭവിച്ചു പോയി. നേരത്തെ ഇവിടെ ബഹുമാന്യനായ പരിസ്ഥിതി പ്രവർത്തകൻ അതിൻ്റെ എല്ലാ ശാസ്ത്രീയ സാങ്കേതിക കാരണങ്ങളും ഇവിടെ നിരത്തി. ഈ സംഭവിച്ച കാര്യത്തിൽ ഇനി നമുക്ക് ചെയ്യുവാനുള്ള കാര്യങ്ങൾ എന്താണ്? ക്യുക്കായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്ക് ഇടപെട്ടു. ഒരു വളരെ വിഷമത്തോടുകൂടി ഞാനൊരു കാര്യം പറയുകയാണ്. നമുക്ക് പല സന്ദർഭങ്ങളിലും പല ആളുകളുടെ ഭാഗത്തു നിന്നും നമുക്ക് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് ഈ പ്രവർത്തനത്തിൽ. എങ്കിലും ഒരുപാട് ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരു സന്നദ്ധ സംഘടന എന്നുള്ള നിലയിൽ സർക്കാർ ഇത്തരം സംഘടനകളെ ചേർത്ത് പിടിക്കണം. ആ ചേർത്ത് പിടിച്ചിട്ടാണ് സർക്കാർ ഈ പ്രവർത്തനങ്ങളിൽ ഒരു പുരോഗതി ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ടത്. പിടിച്ചില്ലെങ്കിലും ഇത്തരം സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തരുത്, അല്ലേ? തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തരുത്. പക്ഷെ നമുക്ക് പലപ്പോഴും അങ്ങനത്തെ ചില ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിൽ. അത് ഇപ്പോഴൊന്നും മാത്രമല്ല, എപ്പോഴും. എന്തുകൊണ്ടോ അത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മളെല്ലാ വിഭാഗങ്ങൾക്കും ഒരു വിഭാഗത്തിനെയും നോക്കാതെയാണ് നമ്മുടെ സേവനം നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇത്രയും കാലം ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ സംഭവിച്ചു പോകുന്നു. അത് ഒന്ന് മാറ്റം വരുത്തണം എന്നുള്ളൊരു അപേക്ഷ സേവാഭാരതിക്കുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തണം എന്നുള്ള അപേക്ഷയുണ്ട്. സംസ്ഥാന ഘടകം ഈയൊരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായ യോഗം ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ, നേതൃത്വം കൊടുത്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് ചേർന്നിരുന്നു. ആ സമയത്ത് നമ്മൾ കൃത്യമായൊരു ഡാറ്റ ശേഖരണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എത്ര പേർ നമ്മളിൽ നിന്ന് വിട്ടുപോയി എന്ന കാര്യം പോലും വ്യക്തമല്ലാത്ത ഈ സാഹചര്യത്തിലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അവിടെയുള്ള പരിശ്രമം നടത്തി എല്ലാ ഡാറ്റകളും ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയാണെങ്കിലും നമുക്ക് ഈ സമാജത്തിലെ, അത് കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ സജ്ജനങ്ങളുടെ മുഴുവൻ സഹകരണവും ദേശീയ സേവാഭാരതി കേരളത്തിനോട് ഇപ്പോൾ തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളെ കൊണ്ട് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും, അവരുടെ വീടിൻ്റെ കാര്യങ്ങൾ, ഭൂമിയുടെ കാര്യങ്ങൾ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സുരക്ഷിതമായ ഭൂമി, ആ സുരക്ഷിതമായ സ്ഥലം
അവിടെ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാൻ പര്യാപ്തമായ ഭവനം, ഇത് നമ്മുടെ സേവാഭാരതിയുടെ ഒരു സ്വപ്നം തന്നെയാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളൊരു കാര്യമാണ് ആദ്യം പറയാനുള്ളത്. രണ്ടാമത് എമർജൻസി ചെയ്യേണ്ട ഒരു കാര്യം, ഇവരെ ആ മാനസിക അവസ്ഥയിൽ നിന്ന് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു കൗൺസിലിംഗ് സംവിധാനം. ഇന്ന് നമുക്ക് 100 കണക്കിന് കൗൺസിലേഴ്സ് നമ്മുടെ സേവാഭാരതിയിലുണ്ട്. ആ ആളുകളെ മുഴുവൻ നമുക്ക് ഇവിടുത്തെ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് കഴിയും. ഡോർ ടു ഡോർ അവരുടെ വീടുകളിൽ ചെന്നുകൊണ്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി, സിംഗിളായി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ളൊരു തയ്യാറെടുപ്പ് സേവാഭാരതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു തലചാക്കാനൊരിടം എന്നൊരു പദ്ധതിയിൽ കൂടി 1000കണക്കിന് വീടുകൾ സേവാഭാരതി ഇതിനോടൊപ്പം തന്നെ ഇവിടെ പൂർത്തീകരിച്ച് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ. തുടർന്നും ഒരു 1000 വീടുകൾ നമ്മൾ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു ദുരന്തം നമ്മളെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ഈ വയനാട്ടിലെ ഈ പറയുന്ന മുണ്ടക്കൈ, ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉള്ള ആ വീട് നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ അവരുടെ ബന്ധുമിത്രാദികൾ, അവരൊന്നും ഒരു ആശങ്കയ്ക്കും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ദേശീയ സേവാഭാരതി കൂടെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത്. എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഇന്ന് ഒപ്പം നിൽക്കാൻ നമ്മളുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് സംസ്ഥാന സമിതിക്ക് പറയുവാനുള്ളത്. ഓക്കെ, സേവാഭാരതിയിൽ വിശ്വസിക്കാം.